हाँ, आ तो रहे थे भाई। अब जिसका है, जिसका जाएगा, उसका नुकसान होगा तो लोग बोलेंगे नहीं। घर भी जा रहा है, लोगों का खेत भी जा रहा है। अब जब खेत चला जाएगा तो लोग क्या करके खाएंगे, पहले आप बताइए। അയോധ്യയ്ക്കും ഫൈസാബാദിനും ഇടയിലുള്ള 5 കോസി മാർഗ്, 14 കോസി മാർഗ്, രാംപത്ത് തുടങ്ങി വിവിധ റോഡുകളുടെ വീതി കൂട്ടുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ഉടമകളുടെ ആശങ്കയാണിത്. दुकान खोला दें, दुकानें काटू दिला दें तो वो ठीक है। जो खेतों ले ली है तो कौन काम करेंगे? 5 किलो दे रहे हैं वही खाएंगे। 100 ग्राम नहीं आएगा तो एक महीने में 5 किलो खाए आदमी। വീതി കൂട്ടുന്നതിന് വേണ്ടി പ്രദേശത്തെ 1000-ലധികം കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റിയിട്ടുണ്ട്. ചില വീടുകൾ പൂർണ്ണമായും മറ്റു ചിലത് പകുതിയും പൊളിച്ചുമാറ്റേണ്ടി വന്നു. പൊളിഞ്ഞ കെട്ടിടങ്ങൾ മാറ്റിപ്പണിയുന്നതിന്റെ കാഴ്ചകളാണ് അയോധ്യയിലെങ്ങും. റോഡ് വികസനത്തിന് പുറമെ ടെന്റ് സിറ്റി പോലുള്ള ആഡംബര പദ്ധതികൾക്കും പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിർമ്മിക്കുന്നതിനുമൊക്കെയായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൃഷിഭൂമി നഷ്ടപ്പെട്ടവരും കെട്ടിടം നഷ്ടപ്പെട്ടവരുമായി 40,000-ലധികം പേരുണ്ട് അയോധ്യയിലെന്നാണ് കണക്ക്. എന്നാൽ ഇവർക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഏകീകൃതമായ ഒരു വ്യവസ്ഥയില്ല എന്നതാണ് നാട്ടുകാർക്കിടയിലെ പ്രധാന പരാതി. വീടിന്റെ 111 സ്ക്വയർ മീറ്റർ പൊളിച്ചു മാറ്റപ്പെട്ടവർക്ക് 4.5 ലക്ഷം രൂപയും 43 സ്ക്വയർ മീറ്റർ നഷ്ടപ്പെട്ടവർക്ക് 5.5 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി കിട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനം മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുകയാണ് ജനം. इसका जो है उन्होंने निर्माण का मुआवजा दिया है, चूँकि जमीन इन्होंने यहाँ की जो ज़्यादातर जमीनें नजूल सरकार की थी, पर्याप्त मुआवजा देना चाहिए था, लेकिन यहाँ अधिकारियों ने पर्याप्त मुआवजा नहीं दिया। थोड़ा बेकष्ट है लोगों में। രേഖകളുടെ അഭാവവും മറ്റ് സാങ്കേതിക കാരണങ്ങളും ചൂണ്ടിക്കാണിച്ച് അർഹമായ നഷ്ടപരിഹാരം നിഷേധിക്കുന്നതായും പരാതിയുണ്ട്. 2021 തുടങ്ങിയ വികസന നടപടികളിൽ അർഹമായ നഷ്ടപരിഹാരത്തിനായി ഇന്നും ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് പലരും. അയോധ്യയ്ക്കും ഫൈസാബാദിനും ഇടയിലുള്ള റോഡുകളുടെ വീതി കൂട്ടാൻ സർക്കാർ സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇവരെ പോലെ നിരവധി പേർക്കാണ് കൃഷിയിടവും വീടും നഷ്ടപ്പെട്ടത്. അയോധ്യയുടെ വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടു നൽകാൻ ഇവിടുത്തുകാർ തയ്യാറാണ്. എന്നാൽ അർഹമായ നഷ്ടപരിഹാരം നൽകാതെ പെരുവഴിയിലാക്കരുത് എന്ന അപേക്ഷ മാത്രമാണ് അവർക്കുള്ളത്.